വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അച്ചാറാണ്, വെള്ള അച്ചാർ. ഇന്ന് നമ്മൾ കാന്താരിയും വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് വെള്ള അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ അച്ചാർ വെള്ളയ്ക്ക് ഇടാനായിട്ട് നമുക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ചെടുക്കും. ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി പേസ്റ്റ് ആണോ നിർബന്ധമില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് അരഞ്ഞിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കാം. ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തത്, ഒരു 3 ടേബിൾ സ്പൂൺ. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. വളരെ കുറച്ച് ഉലുവ, ഒരു 1/8 ടീസ്പൂൺ ഉലുവ. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ഇട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കാം. നല്ലൊരു മൂത്ത മണം വരണം. ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് കാന്താരിയും വെളുത്തുള്ളിയും വെച്ചിട്ടാണല്ലോ. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു 1/2 കപ്പാണ്. 1/2 കപ്പ് വെളുത്തുള്ളി ഹോളായിട്ട് ഇടുന്നത്. ഹോളായിട്ട് ഇടാം, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം. ഞാൻ ഹോളായിട്ട് ഇടുന്നത്. ഒത്തിരി വലുതാണെങ്കിൽ ഒന്ന് 2ആയിട്ട് കീറി ഇടുക. ഇവിടെ 1/4 കപ്പ് നിറച്ച് കാന്താരി എടുത്തേക്കുന്നത്. അപ്പോൾ വെള്ള കാന്താരി പച്ചയും കൂടെ മിക്സ്ഡ് ആണ്, ഉള്ളതുപോലെ ഇടുക. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. കാന്താരി ഫുള്ളായിട്ട് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം അത് പൊട്ടും, നന്നായിട്ട് പൊട്ടും. അപ്പോൾ അതൊന്നും അടുപ്പിൻ്റെ കീഴിൽ ഇച്ചിരി മാറി നിന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, 1/4 ടീസ്പൂൺ തന്നെ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനകത്തേക്ക് വിനീഗർ ചേർക്കണം. വിനാഗിരി. വെള്ളം ഒട്ടും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. വെള്ളം ചേർത്താൽ പെട്ടെന്ന് അഴുക്കാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെ വിനീഗർ മാത്രം ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1/2 കപ്പ് വിനാഗിരിയാണ് എടുത്തു വെച്ചത്. അത് മൊത്തം ഒഴിച്ചില്ല, ഒരു 1/3 കപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലൊരു തിള വരണം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നു. ഉപ്പ് പാകത്തിനാണ്. ഒരു എക്സ്ട്രാ ഒരു 1/4 ടീസ്പൂൺ ഇടുവാണ്. ഇരിക്കും തോറും ഉപ്പ് ഇച്ചിരി കുറയും. അപ്പോൾ നല്ലൊരു തിള വന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തു. ഇനി ഇത് കൂളാറിയ ശേഷം വേണം ബോട്ടിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ അച്ചാറിൻ്റെ ചൂട് മാറണം. ചൂട് മാറിയ ശേഷം മാത്രമേ നമുക്ക് ബോട്ടിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കൂളായിട്ടുണ്ട്, ബോട്ടിലേക്ക് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി അയവുകയാണെങ്കിൽ വിനീഗർ കൂടുതൽ ഒഴിക്കാം. വെള്ളം ഒഴിക്കാണ്ടിരുന്നാൽ മതി. വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ചീത്തയാവും. നല്ല പുളിയും നല്ല ഉപ്പും എരിവുമൊക്കെ പാകത്തിനുള്ളൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ടെംപ്റ്റിംഗ് ഒരു മണവുമാണ്. അപ്പോൾ ഈ ഒരു അച്ചാർ നമുക്ക് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. കഞ്ഞിയിലൂടെ സെർവ് ചെയ്യാം, പിന്നെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. കൂടാതെ നമ്മൾ പൂരി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ അച്ചാർ അതിൻ്റെ ഒപ്പം സെർവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും അച്ചാറിൻ്റെ നമ്മൾ ബോട്ടിലിനകത്ത് എപ്പോഴും എണ്ണ തെളിഞ്ഞ് കിടക്കണം. എണ്ണ ഉണ്ടെങ്കിൽ ചീത്തയാവാണ്ട് നമുക്ക് കുറേ മാസങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നീട് ഒരു കാര്യം, നമ്മൾ ബോട്ടിൽ ഉപയോഗിക്കുന്ന ബോട്ടിൽ നല്ല ക്ലീൻ ആയിരിക്കണം. ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ ഉപയോഗിക്കുക. കൂടാതെ അച്ചാർ ഇതിനകത്തേക്ക് പകർത്തുമ്പം ഒട്ടും ചൂടില്ലാണ്ട് വേണം വെക്കാനായിട്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അച്ചാർ നമുക്ക് കുറച്ച് മാസങ്ങൾ കേടുകൂടാണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.